Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 10ാമത്തെ ക്ലാസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത്. അല്ലാഹു ഈ ഒരു ക്ലാസ്സിനെ ഏറ്റവും നല്ലൊരു സൽക്കർമ്മമായി കൊണ്ട് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ചരിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തൗഫീക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 9ാമത്തെ ക്ലാസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15ാമത്തെ വയസ്സിൽ നടന്ന ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന യുദ്ധത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ അത് 15ാമത്തെ വയസ്സ് മുതൽ 20ാമത്തെ വയസ്സ് വരെ ഏകദേശം 5 കൊല്ലം ആ യുദ്ധം നടന്നിരുന്നു. അഥവാ തുടർച്ചയായി ആ യുദ്ധം നടന്നതല്ല, പകരം ആ യുദ്ധം തുടങ്ങി അത് അവസാനിക്കാൻ എത്ര ആയിട്ടുണ്ട്? 5 വർഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാര പ്രായത്തിലായിരുന്നു ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരന്മാരായ ആളുകൾക്ക് അമ്പെടുത്തു കൊടുത്തിരുന്നു. അതാണ് ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യം എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു.
അതേപോലെ തന്നെ അതിനുശേഷം ഹിൽഫുൽ ഫുദൂൽ, മക്കയിൽ അറിയപ്പെട്ട ഒരു ഉടമ്പടി നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജുദആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ മക്കയിലെ പ്രമുഖന്മാരായ ആളുകളൊക്കെ ഒന്നടങ്കം ഒരുമിച്ച് കൂടി അവര് തീരുമാനിച്ച ഒരു ഉടമ്പടിയാണ്, ഒരു സന്ധിയാണ് ഹിൽഫുൽ ഫുദൂൽ. ആ ഹിൽഫുൽ ഫുദൂൽ ഉണ്ടാകാനുള്ള കാരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂട്യൂബിൽ ആ ക്ലാസ് ഉണ്ടാകും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ തന്നെ ആടുകളെ മേച്ചിരുന്നു. അപ്പൊ ആടുകളെ മേക്കുക എന്നുള്ളത് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ആടുകളെ മേച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേയ്ക്കുന്നത് കൊണ്ടുള്ള യുക്തി എന്താണ് എന്നുള്ള വിഷയങ്ങളും നമ്മൾ വിശദീകരിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണം, ആ കല്യാണത്തിന് മുമ്പ് ഷാമിലേക്ക് പോയ ഒരു കച്ചവട യാത്ര, അതിനുശേഷമുള്ള ചില വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഥവാ ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുമായി ഷാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയി. മഹാനായ ചരിത്ര പണ്ഡിതൻ ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിൽ ഷാമിലേക്ക് ഖദീജ ബീവിയുടെ കച്ചവടക്കാരനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയി. അഥവാ ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ മദീനയിലെ മക്കയിലെ അറിയപ്പെട്ട സമ്പന്നയും കുലീനയും ആദരണീയവുമായ വനിതയായിരുന്നു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. അവരറിയപ്പെട്ട കച്ചവടക്കാരിയായിരുന്നു. അവര് കച്ചവടത്തിന് വേണ്ടി പോകാറില്ല. അവര് കച്ചവട വസ്തുക്കൾ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ചരക്ക് ചില ആളുകളെ ഏൽപ്പിക്കും. അവര് വ്യത്യസ്ത നാടുകളിൽ പോയി കച്ചവടം നടത്തി അതിന് ലഭിക്കുന്ന ലാഭം ഖദീജ ബീവിക്ക് കൊടുക്കും. ആ ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതം എന്ത് ചെയ്യും, ഈ കച്ചവടം നടത്തിയ വ്യക്തിക്ക് കൊടുക്കും. അതാണ് സാധാരണ അവിടെ നടത്താറുള്ള പതിവ്. എന്നാൽ പലപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ കച്ചവട വസ്തുക്കളായിട്ട് ഓരോ ആളുകളെ പറഞ്ഞയക്കും. ഇവരൊക്കെ ഖദീജ ബീവി ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ശരിക്കും അതിന്റെ കണക്ക് അവർ പറയില്ല. ലാഭം കിട്ടിയത് മുഴുവനും അവരെ ഏൽപ്പിക്കില്ല. പല ക്രമക്കേടുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല ആളുകളും നടത്തി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണ്. മക്കയിൽ എല്ലാ ആളുകളും ഒന്നടങ്കം അംഗീകരിച്ച വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പ്രകീർത്തി കേട്ടപ്പോ ആ വർഷത്തെ കച്ചവട ചരക്കുമായി ഷാമിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞയച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്റെ കൂടെ ഖദീജ ബീവിയുടെ അടിമയായ മൈസറ എന്ന് പറയുന്ന അടിമയെയും പറഞ്ഞയച്ചു. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ലഭിച്ചിട്ടില്ല, നുബുവത്ത് ലഭിച്ചിട്ടില്ല. എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്? 40ാമത്തെ വയസ്സിലാണ്. ഈ സംഭവം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഈ മൈസറ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ അടിമയെയും കൂട്ടി ഷാമിലേക്ക് കച്ചവടം നടത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. ആ കച്ചവട യാത്രയിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ വലിയ ഒരു ലാഭം ആ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. ലാഭം ലഭിക്കുക മാത്രമല്ല, ലാഭം ലഭിച്ച് അത് മക്കയിൽ ഖദീജ ബീവിയെ ഏൽപ്പിച്ചു. ഖദീജ ബീവിയെ ഏൽപ്പിച്ച സമയത്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയ അടിമയായ മൈസറ നബിയുടെ യാത്രയിൽ ദൃശ്യമായ വശ്യസുന്ദരമായ സ്വഭാവങ്ങളും സൽവിചാരവും ഉയർന്ന ചിന്തകളെ കുറിച്ചിട്ടും ഖദീജ ബീവിയോട് പറയുന്നുണ്ട്. അഥവാ ഈ യാത്രയിൽ കൂടെ ആരുണ്ട്? മൈസറ ഉണ്ട്. ആ മൈസറ ഓരോ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം കാണുമ്പോൾ, പ്രവാചകന്റെ വശ്യസുന്ദരമായ സ്വഭാവങ്ങളും ഉയർന്ന ചിന്തകളും കാണുമ്പോൾ അതിലൊക്കെ ആരാകൃഷ്ടനായിട്ടുണ്ട്? ഈ മൈസറ എന്ന് പറയുന്ന അടിമ ആകൃഷ്ടനാണ്. അവരെത്രത്തോളം ചോദിച്ചാല് അവര് പറയുന്നുണ്ട്, സാധാരണ ഇങ്ങനെയുള്ള യാത്രയിൽ ഞാനും ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ കൂടെ പോകാറുണ്ട്. അവരാരും എന്നെ പരിഗണിക്കാറില്ല, കാരണം ഞാൻ അടിമയാണ്. എനിക്കൊരു തരത്തിലുള്ള വിലയും അവർ കൽപ്പിക്കാറില്ല. എന്നാൽ ആ യാത്രയിൽ, ഷാമിലേക്കുള്ള യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അടിമയായ മൈസറയെ പരിഗണിക്കുക. അതും മൈസറയുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. അപ്പൊ ഈ യാത്ര കഴിഞ്ഞ് വലിയ ലാഭം ലഭിച്ച് തിരിച്ച് മക്കയിലെത്തി. മക്കയിൽ ഖദീജ ബീവിന്റെ കയ്യിൽ ഈ ലാഭങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് മൈസർ എന്ത് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഓരോ സമയത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ട സുന്ദരമായ സ്വഭാവം, പ്രവാചകന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള ചിന്തകൾ, സൽവിചാരങ്ങൾ, ദൃശ്യമായ പ്രവാചകന്റെ വശ്യസുന്ദരമായ സ്വഭാവങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ വളരെ മനോഹരമായി കൊണ്ട് മൈസറ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈസറ പറയുന്ന ചില അത്ഭുതകരമായ സംഭവങ്ങളും ഞങ്ങളുടെ യാത്രയിൽ നടന്നു. എന്തൊക്കെയാണ് അത്ഭുതകരമായ സംഭവങ്ങൾ? ഞങ്ങൾ പോകുന്ന സമയത്ത് മുഴുവനും ഒരു കാറും മേഘം ഞങ്ങൾക്ക് തണലിട്ടിട്ടുണ്ട്. അഥവാ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ ഞങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴും ഒരു കാറും മേഘം ഞങ്ങൾക്ക് തണലിട്ടിരുന്നു. അത് ഈ വ്യക്തിയുടെ പ്രത്യേകതയായിട്ടാണ് മൈസറ എന്ന് പറയുന്ന അടിമ ഖദീജ ബീവിനോട് പറയുന്നത്. അവര് ഷാമിന്റെ അടുത്ത പ്രദേശമായ ബുസ്റ എന്ന് പറയുന്ന പട്ടണത്തിലെത്തി. അഥവാ ഈ ബുസ്റ എന്ന് പറയുന്ന പട്ടണം നമ്മൾ ബുഹൈറ എന്ന് പറയുന്ന പുരോഹിതന്റെ ചരിത്രം പറഞ്ഞപ്പോൾ വിശദീകരിച്ചിരുന്നു. അബൂ താലിബിന്റെ കൂടെ ചെറുപ്പത്തിൽ ഷാമിലേക്ക് പോയി ബുഹൈറ എന്ന് പറയുന്ന പട്ടണത്തിലെത്തിയപ്പോ ആ പുരോഹിതൻ നബിയോട് മക്കത്തേക്ക് തന്നെ തിരിച്ചു പോകാനൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ ഈ ബുസ്റ എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തിയപ്പോ ഈ പുരോഹിതൻ ഈ യാത്രാ സംഘത്തെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പോയിട്ട് ഇരിക്കുമ്പോഴും ആ ഭാഗത്ത് പ്രത്യേകം ഒരു തണലുണ്ട്. പ്രവാചകൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ആ മരത്തിന് ചില പ്രത്യേകതകളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഈ പുരോഹിതൻ ഈ മൈസറ എന്ന് പറയുന്ന അടിമയോട് വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങളും ഈ യാത്രയിൽ ഉണ്ടായി. നബിയുടെ സ്വഭാവം കണ്ടപ്പോ, നബിയുടെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ അതിലൊക്കെ വലിയ രൂപത്തിൽ മൈസറയുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടായി. ഈ വിഷയങ്ങൾ മുഴുവനും യാത്രക്ക് ശേഷം മഹദിയായ ഖദീജ ബീവിയോട് അടിമയായ മൈസറ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വർണ്ണനയിൽ, മൈസറയുടെ വർണ്ണനയിൽ ഖദീജ ബീവി എന്തിയാണ് ആകൃഷ്ടയാകാണ്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പ്രവാചകൻ അവരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 വിവാഹങ്ങൾ ഖദീജ ബീവി കല്യാണം കഴിച്ചിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഖദീജ ബീവിനെ വിവാഹം കഴിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആരൊക്കെയാണ്, അതിലുള്ള മക്കൾ ആരൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഈ 2 വിവാഹങ്ങൾക്ക് ശേഷം പിന്നീട് ഖദീജ ബീവി വിധവയായിക്കൊണ്ട് മക്കയിൽ ജീവിക്കാണ്. മക്കയിലെ പ്രമുഖന്മാരായ, അറിയപ്പെട്ട പ്രമാണിമാരായ, നേതാക്കന്മാരായ പല ആളുകളും വന്ന് ഖദീജ ബീവിനോട് കല്യാണം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അതിനൊന്നും ചെയ്തിട്ടില്ല, സമ്മതം മൂടിയിട്ടില്ല. അവരൊറ്റക്ക് അവർക്ക് മുമ്പുള്ള 2 ഭർത്താക്കന്മാരിൽ ഉണ്ടായ മക്കളെയും നോക്കി മക്കയിൽ ജീവിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം കാണുമ്പോൾ ആ വിഷയത്തിൽ മഹദിയായ ഖദീജ ബീവി ആകൃഷ്ടയായി. അവര് മക്കയിൽ അവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരിയായ നഫീസ ബിൻത് മുനയ്യ എന്ന് പറയുന്ന മഹദി വന്നു. ഈ നഫീസയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ വാതോരാതെ ഖദീജ ബീവി സംസാരിക്കുകയാണ്. എൻ്റെ ഈ വർഷത്തെ കച്ചവട യാത്രയിൽ ഞാൻ കച്ചവടത്തിന് വേണ്ടി പറഞ്ഞയച്ചത് മുഹമ്മദിനെയാണ്. കൂടെ മൈസറ ഉണ്ടായിരുന്നു. മൈസറ ഇങ്ങനെ രൂപത്തിൽ എന്നോട് പറഞ്ഞു, ഈ രൂപത്തിൽ പെരുമാറി എന്ന് പറഞ്ഞു, വലിയ ലാഭം ലഭിച്ചു. ഇങ്ങനെ വാതോരാതെ ഖദീജ ബീവി നഫീസയോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും. നഫീസക്ക് ഖദീജ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി. നഫീസ എന്ന് പറയുന്ന മഹദി നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. നേരെ ചെന്നിട്ട് ഖദീജ ബീവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നല്ല ചോദിച്ചത്. ആദ്യം ചോദിച്ച ചോദ്യം വളരെ രസകരമായ ഒരു ചരിത്രമാണ്. അവർ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, എനിക്ക് ആരാണ് പെണ്ണ് തരിക? കാരണം ഞാൻ വലിയ സമ്പന്നനല്ല, വലിയ പദവിയുള്ള ആളല്ല, ഞാനൊരു യതീമാണ്, എനിക്ക് വാപ്പയും ഉമ്മയും ഇല്ല. അപ്പൊ ഞാൻ വളരെ പാവപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് എനിക്കൊക്കെ ആരിപ്പോ പെണ്ണ് കിട്ടിച്ചു തരും എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മറുപടി കൊടുക്കുന്നത്. അപ്പോ ഈ നഫീസ എന്ന് പറയുന്ന മഹദി ചോദിക്കാണ്, ഖദീജയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, വളരെ മനോഹർ, ഖദീജ ബീവിനെ കുറിച്ചിട്ടുള്ള നല്ല രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഖദീജയെ നിനക്ക് വിവാഹം കഴിച്ചെന്ന എന്താണ് നിന്റെ തീരുമാനം, അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്താണ് നിന്റെ നിലപാട്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്ഭുതപ്പെടാണ്. കാരണം ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ മക്കയിൽ അറിയപ്പെട്ട പ്രമുഖയാണ്, വലിയ സമ്പന്നയാണ്. എന്നിട്ട് അവര് ഞാൻ വിവാഹം കഴിക്കേ അത് അവര് സമ്മതിക്കോ എന്ന രൂപത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഖദീജ ബീവിക്ക് പൂർണ്ണ സമ്മതാണെന്ന് പറഞ്ഞപ്പോ കല്യാണം അവിടെ നടക്കണം. ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഖദീജ ബീവിയുടെ കുടുംബത്തിൽ നിന്ന് നബിയുടെ കുടുംബക്കാരായ ആളുകളോട് ഈ വിഷയം പോയി സംസാരിക്കുന്നത് ഖദീജ ബീവിയുടെ പിതാവിന്റെ സഹോദരനായ അംർ ബിൻ അസദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഖദീജ ബീവിന്റെ ഉപ്പ ഹുവൈലിദിന്റെ സഹോദരനാണ് ആര്? അംർ ബിൻ അസദ്. ഈ അംർ ബിൻ അസദ് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരന്മാർ, പ്രവാചകനൊന്നില്ല, വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അപ്പൊ നബിയുടെ ഉപ്പാന്റെ സഹോദരന്മാരായ അബൂ താലിബ്, ഹംസ റളിയല്ലാഹു അൻഹു ഇവരോട് വന്നിട്ട് എന്ത് ചെയ്തു? കല്യാണം ചോദിച്ചു. ഇതാണ് ശരിയായിട്ടുള്ള ചരിത്രമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതേ വിഷയത്തിൽ തന്നെ ചില ദുർബലമായ റിപ്പോർട്ടുകളുണ്ട്. അഥവാ ഖദീജ ബീവി അവരുടെ പിതാവായ ഹുവൈലിദിനോട് നബിയെ കല്യാണം കഴിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ ഹുവൈലിദ് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഹുവൈലിദ് കള്ളു കുടിച്ചിരിക്കുന്ന സമയത്ത് ഹുവൈലിദിനോട് പോയിട്ട് അനുവാദം ചോദിച്ചു. അപ്പൊ കല്ലിന്റെ മത്തിൽ, ആ ലഹരിയുടെ മത്തിൽ ഹുവൈലിദ് എന്ന് പറയുന്ന വ്യക്തി സമ്മതിച്ചു. അങ്ങനെയാണ് കല്യാണം നടക്കുന്നത് എന്നൊരു ദുർബല റിപ്പോർട്ടുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാല് ഖദീജ ബീവിയുടെ പിതാവായ ഹുവൈലിദ് മരണപ്പെടുന്നത് ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന യുദ്ധത്തിലാണ്. ഹർബുൽ ഫിജാർ റസൂലുള്ളാഹിന്റെ എത്രാമത്തെ വയസ്സിൽ നടന്നതാണ്? 15ാമത്തെ വയസ്സ്. ഇനി ഒരു 5 വർഷം കൂട്ടിക്കോളി, 20 വയസ്സ് വരെ ആ ഒരു സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ ഹുവൈലിദ് എന്ന് പറയുന്ന വ്യക്തി കല്യാണത്തിന്റെ 5 വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ദുർബലമായ റിപ്പോർട്ടാണ്. ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്ന് അംർ ബിൻ അസദ് എന്ന് പറയുന്ന പിതാവിന്റെ സഹോദരൻ നബിയുടെ പിതാവിന്റെ സഹോദരന്മാരായ അബൂ താലിബിനോടും ഹംസ റളിയല്ലാഹു അൻഹുവിനോടും വന്ന് കല്യാണം ആലോചിച്ചു, കല്യാണം ഉറപ്പിച്ചു. നബി യാത്ര കഴിഞ്ഞ്, ഷാമിലേക്കുള്ള യാത്ര കഴിഞ്ഞ് കച്ചവട വസ്തുക്കളുമായി മക്കയിലെത്തി. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കല്യാണം നടക്കുന്നത്. ഈ കല്യാണത്തിൽ അബൂ താലിബ് എന്ന് പറയുന്ന വ്യക്തി, റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരനായ അബൂ താലിബ് വിവാഹ ഖുതുബയൊക്കെ നടത്തുന്നുണ്ട്. ഖുറൈശികളുടെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് വിവാഹത്തിൽ ഒരു ഖുതുബയും ഒരു പ്രസംഗവും നടത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രായം 25 വയസ്സ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം 40. ഇത് പ്രബലമായ അഭിപ്രായങ്ങളിൽ ഒന്ന് മാത്രമാണ് 40 എന്നുള്ളത്. ശരിക്കും പഠിക്കണം. ദീന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ചരിത്രം മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടത്. അഥവാ ഖദീജ ബീവിക്ക് കല്യാണം കഴിക്കുമ്പോൾ 40 എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ മറ്റു പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഖദീജ ബീവിക്ക് 28 വയസ്സായിരുന്നു എന്നുള്ളതാണ്. ഖദീജ ബീവിയുടെ പ്രായം 28 വയസ്സാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ലുഹുഷൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മശാഅ വലം യസ്ബുത് ഫീ സീറത്തിൻ നബി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. മശാഅ വലം യസ്ബുത് ഫീ സീറത്തിൻ നബവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം. അഥവാ ഈ ഗ്രന്ഥത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമായി കൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിച്ചതും എന്നാൽ സ്ഥിരപ്പെടാത്ത സംഭവങ്ങൾ, നബിയുടെ ചരിത്രമാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രചാരം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തായിട്ടില്ല, അത് സ്വീകാര്യമല്ല, സ്ഥിരപ്പെട്ട വിഷയങ്ങളല്ല. അത് മാത്രം ക്രോഡീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇതിൽ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ലുഹുഷൻ എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ്, ഖദീജ ബീവിയുടെ പ്രായം 28 വയസ്സായിരുന്നു. ഇനിയിപ്പോ എന്തെന്നെ ആയാലും 40 ആണെങ്കിലും 28 ആണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായത്തെക്കാൾ കൂടുതൽ പ്രായം ഉണ്ടായിരുന്നു ആർക്ക്? ഖദീജ ബീവിക്ക്. അങ്ങനെ ഖദീജ ബീവിയായിട്ടുള്ള കല്യാണം നടന്നു. ആ കല്യാണത്തിന് ശേഷം മക്കയിൽ വലിയൊരു വിരുന്നൊക്കെ ഖദീജ ബീവി സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം അവർ വലിയ സമ്പന്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സമ്പത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ആളുകൾക്ക് വിരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഖദീജ ബീവിയാണ് എന്നുള്ളത് കാണാൻ കഴിയും. കല്യാണത്തിന് ശേഷം ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനമാണ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഖദീജ ബീവി റസൂലുള്ളാഹിക്ക് നൽകിയ സമ്മാനമാണെന്ത്? ഒരു അടിമയാണ് സയ്യിദ് ബിൻ ഹാരിസ.
ആരാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹിന്റെ കൂടെ പ്രവാചകന്റെ വളർത്തു മകനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ അദ്ദേഹത്തിന് ചെറിയ പ്രായമുള്ള സമയത്ത് തന്നെ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന് ശേഷം ബന്ദിയായി കൊണ്ട് പിടിച്ച ആളുകളുടെ കൂട്ടത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉക്കാദ ചന്തയിൽ സയ്യിദിനെ കൊണ്ടുവന്ന് വിറ്റു. അത് വിറ്റ സമയത്ത് അത് വാങ്ങിയത് ഖദീജ ബീവിയുടെ സഹോദരന്റെ മകനായ ഹക്കീം ബിൻ ഹിസാം. ആ പേര് ഓർത്തു വെക്കണേ. ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഉക്കാദ ചന്തയിൽ നിന്ന് വാങ്ങുന്നത്. അങ്ങനെ ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? ഖദീജ ബീവിക്ക് ഇയാളെ കൊടുത്തു. ഖദീജ ബീവി കല്യാണം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കല്യാണത്തിന് ശേഷം റസൂലുള്ളാഹിക്ക് ഒരു ഹദിയായിട്ട്, ഒരു സമ്മാനായിട്ട് ഈ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നൽകി എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ എന്തായാലും നബിയുടെ 25-ാമത്തെ വയസ്സിൽ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ഷാമിൽ നിന്നുള്ള വലിയ കച്ചവട വസ്തുക്കളുമായി ചരക്കുകളുമായി പോയി വലിയ ലാഭം ലഭിച്ച മക്കയിലെത്തി. പിന്നീട് ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണം നടന്നു. കുടുംബക്കാരായ ആളുകൾ, എല്ലാ ആളുകളും പങ്കെടുത്ത ഒരു കല്യാണമായിരുന്നു. ഇതാണ് നബിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഖദീജ ബീവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആരാണ് ഖദീജ ബീവി? ആരാണ് ഖദീജ ബീവിയുടെ ഉമ്മ, ഉപ്പ? ഖദീജ ബീവിയെ നബിക്ക് മുമ്പ് വിവാഹം കഴിച്ച ആളുകൾ ആരൊക്കെയാണ്? അവർക്ക് എന്ത് പറ്റി? തുടങ്ങിയ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഖദീജ ബീവിയുടെ ഉപ്പാന്റെ പേര് ഖുവൈലിദ് ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസയ്യ് എന്നുള്ളതാണ്. ഈ ഖുസയ്യ് എന്നുള്ള പേര് ഓർമ്മ ഉണ്ടോ? ഖുസയ്യ് എന്നുള്ളത് എന്താണ്? നബിയുടെ 5-ാമത്തെ പിതാമഹനാണ്. അബ്ദുല്ല, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്. ഈ ഖുസയ്യിന് 2 മക്കളാണ്, അബ്ദു മനാഫും അബ്ദുൽ ഉസ്സയും. ഈ അബ്ദു മനാഫിന്റെ പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഖുസയ്യിന്റെ മറ്റൊരു മകനായ അബ്ദുൽ ഉസ്സയുടെ പരമ്പരയിലാണ് മഹദിയായ ഖദീജ ബീവി ജനിക്കുന്നത്. എന്തായാലും അവരൊക്കെ ഖുറൈശികളാണ്. ഖദീജ ബീവിയുടെ ഉമ്മാന്റെ പേര് ഫാത്തിമ ബിൻത് സായിദ എന്നുള്ളതാണ്. ഫാത്തിമ ബിൻത് സായിദ. ഇനി ഖദീജ ബീവിക്ക് സഹോദരന്മാര് 3 എണ്ണാണ്, സഹോദരിമാര് ഒരാളാണ്. 3 സഹോദരന്മാർ. ഒന്ന് ഹിസാം, നേരത്തെ പറഞ്ഞു ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന സ്വഹാബി. ഹക്കീം ബിൻ ഹിസാം ആരാണ്? നബിയുടെ അടിമയായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഉക്കാദ ചന്തയിൽ നിന്ന് വാങ്ങുന്നത് ആരാണ്? ഹക്കീം ബിൻ ഹിസാം. ഈ ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന വ്യക്തി ഹിസാമിന്റെ മകനാണ്. ഈ ഹക്കീം ബിൻ ഹിസാമിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കഅബയുടെ ഉള്ളിൽ ജനിച്ച ഏക വ്യക്തി അദ്ദേഹം മാത്രമാണ്. കഅബന്റെ ഉള്ളിൽ പ്രസവിച്ചത് അദ്ദേഹത്തെ മാത്രമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും ആർക്കുണ്ട്? ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന സ്വഹാബിക്കുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഹിസാം. ആ ഹിസാം എന്ന് പറയുന്ന വ്യക്തി ഖദീജ ബീവിയുടെ സഹോദരനാണ്. 2 നൗഫൽ. ഈ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ കൂടെ നബി ആക്രമിക്കാൻ വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊണ്ടാണ് നൗഫൽ മരിക്കുന്നത്. ഈ നൗഫലിന്റെ മകനാണ് വർഖത്ത് ബിൻ നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാഖിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഖദീജ ബീവിന്റെ കൂടെ കാണാൻ പോണത് ആരെയാണ്? വർഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു സംഭവം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ വിശദീകരിക്കാം. പിന്നീടുള്ളത് അവ്വാം എന്ന് പറയുന്ന സഹോദരനാണ്. ഈ അവ്വാം എന്ന് പറഞ്ഞാല് നബിയുടെ അമ്മായിയായ, നബിയുടെ ഉപ്പാന്റെ സഹോദരിയായ സഫിയയുടെ ഭർത്താവാണ് ആര്? അവ്വാം. പൊതുവെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരി. പിതാവ് ആരാണ്? അബ്ദുള്ള. അബ്ദുള്ളയുടെ സഹോദരി സഫിയ. സഫിയയുടെ ഭർത്താവാണ് ആര്? ഈ അവ്വാം. ഈ അവ്വാം ഖദീജ ബീവിന്റെ ആരാണ്? സഹോദരനാണ്. ഈ അവ്വാമിനും അതേപോലെ തന്നെ സഫിയ ബീവിക്കും ഒരു കുട്ടി ഉണ്ടായി. അതാണ് സുബൈർ ബിൻ അവ്വാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായ സുബൈർ റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയുടെ മകനാണ്. പിന്നീടുള്ളത് ഹാല എന്ന് പറയുന്ന സഹോദരിയാണ്. 3 സഹോദരന്മാര് പറഞ്ഞു, ഹിസാം, നൗഫല്, അവ്വാം. അതേപോലെ തന്നെ ഹാല. ഹാല എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുന്ന സമയത്തൊക്കെ, അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, അവരെ കാണുന്ന സമയത്ത് ഖദീജ ബീവിയുടെ സഹോദരി എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രവാചകൻ അവരെ സ്വീകരിക്കാറുണ്ട്. അവരുടെ മകനെയാണ് നബിയുടെ മകളായ സൈനബ് കല്യാണം കഴിച്ചത്. ഇൻഷാ അല്ലാഹ് നബിയുടെ മരുമക്കൾ എന്നുള്ള വിഷയം വിശദീകരിക്കുമ്പോൾ സംഭവം പറയാം. അപ്പൊ ഇതാണ് ഖദീജ ബീവിയുടെ ഉപ്പയും ഉമ്മയും സഹോദരന്മാരും. ഉപ്പ ഖുവൈലിദാണ്, ഉമ്മ ഫാത്തിമയാണ്. 3 സഹോദരന്മാരും 1 സഹോദരിയുമാണ് ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭർത്താവിന്റെ പേര് അബൂഹാല എന്നുള്ളതാണ്. അഥവാ അവർക്ക് ഖദീജ ബീവിക്കും അബൂഹാലക്കും ഹാല എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിലേക്ക് ചേർത്തിയിട്ടാണ് അബൂഹാല എന്ന് പേര് വരുന്നത്. ഈ ഹാലയും ഹിന്ദും ആൺകുട്ടികളാണ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ ഹാല എന്നുള്ളതും ഹിന്ദ് എന്നുള്ളതും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇട്ടിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖദീജ ബീവിന്റെ സഹോദരിയാണ് ആര്? ഹാല. ഇത് പെണ്ണാണ്. പക്ഷേ ഖദീജ ബീവിക്ക് ഒരു മകളുണ്ട്, ഹാല. അത് നബിയിലല്ല, അബൂഹാല എന്ന് പറയുന്ന ഒന്നാമത്തെ ഭർത്താവിലാണ് ഖദീജ ബീവിക്ക് ആ കുട്ടി ഉണ്ടാകുന്നത്. ഹാല എന്നുള്ളതും ഹിന്ദ് എന്നുള്ളതും ആൺകുട്ടികളാണ്. ഈ അബൂഹാലയുടെ മരണത്തിന് ശേഷം അതീഖ് ബിൻ ആയിദ് എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചു. ഈ അതീഖിലുള്ള മകളാണ് ഹിന്ദ്. ഇത് പെൺകുട്ടിയാണ്. ഇവിടെ നേരത്തെ ഹിന്ദ് എന്ന് പറഞ്ഞു, അത് ആൺകുട്ടിയാണ്. ഇവിടെ ഹിന്ദ് എന്ന് പറഞ്ഞത് എന്താണ്? അത് പെൺകുട്ടിയാണ്. ഈ ഹിന്ദ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കൂടെ. അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദല്ല, ഇത് വേറെ ഹിന്ദാണ്. ഇതൊന്നുമില്ല, നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഹിന്ദ് എന്നും ഹാലാന്നും ആ കാലഘട്ടത്തിൽ ഇട്ടിരുന്നു. നബിയുടെ മുമ്പ് 2 വിവാഹങ്ങൾ നടന്നു. അതിലുള്ള മക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ വിശദീകരിച്ചത്. എന്തായാലും അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ഇസ്ലാം മതം സ്വീകരിച്ചത് ഖദീജ ബീവിയാണ്. യമനിൽ നിന്ന് അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു മക്കയിലേക്ക്. ഇദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരനായ അബ്ബാസിന്റെ കൂട്ടുകാരനാണ് അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയാണ്, ഞാൻ കഅബന്റെ ഭാഗത്തിരിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവാവ് ആദ്യം വന്നു. ആ യുവാവ് വന്ന് കഅബയിലേക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് കൈ കെട്ടി നിസ്കാരം തുടങ്ങി. അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു കുട്ടി വന്നു, ആ കുട്ടിയെ നിസ്കരിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു സ്ത്രീ വന്നു, ആ സ്ത്രീയും നിസ്കരിക്കാൻ തുടങ്ങി. ഇത് അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന യമനുകാരനായ വ്യക്തി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോടാണ് ഈ വിവരം പറയുന്നത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നീ പറഞ്ഞ കാണാൻ നല്ല ഭംഗിയുള്ള യുവാവില്ലേ, അത് എന്റെ സഹോദരന്റെ മകനായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടി എന്ന് പറഞ്ഞില്ലേ, അത് അലി ബിൻ അബി ത്വാലിബാണ്. ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച കുട്ടി ആരാണ്? അലിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞില്ലേ, അത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായി കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഒരുപാട് പ്രത്യേകതകൾ, അവരുടെ മഹത്വം പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു നിസാഇഹാ മറിയം ബിൻത് ഇമ്രാൻ വ ഖൈറു നിസാഇഹാ ഖദീജ ബിൻത് ഖുവൈലിദ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ മഹദിയാണ് ഒന്ന് മറിയം ബീവി, 2 റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജ ബീവി. അവരുടെ മഹത്വം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറിയം ബീവിയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തി പറഞ്ഞത് ഖദീജ ബീവിനെ. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. ഞാൻ പ്രവാചകന്റെ ഭാര്യമാരിൽ റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ് ആര്? ആയിഷ. പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യമാരോടും ഞാൻ ഗീറത്ത് കാണിച്ചിട്ടില്ല. ഗീറത്ത് എന്ന് പറഞ്ഞാൽ ഈർഷ്യത, ഒരു ദേഷ്യം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ആകെ കാണിച്ചത് ആരോടാണ്? ഖദീജ ബീവിനോടാണ്. എനിക്ക് ബാക്കിയുള്ള ഭാര്യമാരോട് എന്തില്ല, ഈർഷ്യത ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ കുറച്ചൊരു ദേഷ്യം അല്ലെങ്കിൽ ഗീറത്ത് ഉണ്ടായിരുന്നത് ഖദീജ ബീവിനോടാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയും, ഖദീജ ഉണ്ടായിരുന്ന കാലത്ത് ഖദീജയുമായിട്ടുള്ള ജീവിതം അത് സ്വാഭാവികമാണ്. മറ്റൊരു ഭാര്യയ്ക്ക് എന്ത് ചെയ്യില്ല, അത് സഹിക്കാൻ കഴിയില്ല. അത് മനുഷ്യ സഹജമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് അവരുടെ ഒരു കുറ്റമായിട്ട് നമ്മൾ കാണരുത്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഖദീജ ബീബിന്റെ കൂട്ടുകാരികളായ ആളുകളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്താക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഖദീജ ബീബി, ആയിഷ ബീബി പറയാണ്, എന്നിൽ ഗീറത്ത് വർദ്ധിക്കാൻ അതൊക്കെ കാരണമായി എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീൻ. അഥവാ ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, പുരുഷന്മാരായ ആളുകൾ അവർ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ ആളുകളുടെ കൂട്ടത്തിൽ ധാരാളം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണത കൈവരിച്ചു.
എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ 4 പേരെ പൂർണ്ണത കൈവരിച്ചിട്ടുള്ളൂ. ആരൊക്കെയാണ്? ഒന്ന് മറിയം ബീബി, 2 ഖദീജ ബിൻത് ഖുവൈലിദ്, 3 ഫാത്തിമ ബിൻത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മകളായ ഫാത്തിമ ബീബി, വആസിയ ഇംറഅത്തു ഫിറഔൻ, ഫിറഔന്റെ ഭാര്യയായ ആസിയ. അപ്പോൾ റസൂലുള്ളാഹി ഹദീസുകളെ പഠിപ്പിക്കാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ പൂർണ്ണത കൈവരിച്ച ധാരാളം പേരുണ്ട്. എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ പൂർണ്ണത കൈവരിച്ചത് എത്ര പേരാ? 4 പേരാണ്. അതിലൊന്നും മഹദിയായ ഖദീജ ബീവിയാണ്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റസൂലുള്ളാഹി പറയാണ്, അതാനി ജിബ്രീലു, ജിബ്രീൽ എൻ്റെ അരികിൽ വന്നു. ജിബ്രീൽ എൻ്റെ അരികിൽ വന്നിട്ട് പിന്നെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. എന്നിട്ട് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് ജിബ്രീൽ പറയാണ്, ഖദീജ ബീവിനോട് പറയണം, ഫഖറ അലൈഹി സലാം മിർ റബ്ബിഹാ വ മിന്നി, അല്ലാഹുവിൽ നിന്നും എന്നിൽ നിന്നും സലാം അവരോട് പറയണം. അല്ലാഹു അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്? സലാം പറഞ്ഞിട്ടുണ്ട്. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന സമയത്ത് ലഭിച്ചൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് അപ്പുറത്ത് നിന്ന് അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്? സലാം പറഞ്ഞിട്ടുണ്ട്. ഞാനും അവരോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ആര് പറയാണ്? റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. വബശിർഹാ ബിബൈതിൻ ഫിൽ ജന്ന, അവർക്ക് എന്തുണ്ട്? സ്വർഗ്ഗത്തിൽ വീടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടിയും റസൂലെ താങ്കൾ അറിയിക്കണം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, ആയിഷ ബീവിക്കാണോ ഖദീജ ബീവിക്കാണോ സ്ഥാനം കൂടുതൽ? ആർക്കാണ് സ്ഥാനം കൂടുതൽ? ഖദീജ ബീവിക്ക് എന്നുള്ളതാണ് അല്ലേ. മഹാനായ ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഇസ്ലാമിന്റെ തുടക്കം നോക്കുകയാണെങ്കിൽ ശ്രേഷ്ഠത ആർക്കാണ്? ഖദീജ ബീവിക്കാണ്. ഇസ്ലാമിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ അവസാനം റസൂലുള്ളാഹിന്റെ അവസാന കാലഘട്ടം നോക്കുകയാണെങ്കിൽ അതിന് മഹത്വം ആർക്കാണ്? ആയിഷ ബീവിക്കാണ്. 2 പേർക്കും മഹത്വമുണ്ട്. പക്ഷേ പിന്നെ ഖദീജ ബീവിക്ക് മറ്റുള്ള ഭാര്യമാരില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ എന്തുണ്ട്? ഖദീജ ബീവിക്കുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത് ഖദീജ ബീവിയാണ്. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ബാക്കിയുള്ള ഭാര്യമാരൊക്കെ ഉള്ള സമയത്ത്, ഇപ്പൊ ആയിഷ ബീവി ഉള്ള സമയത്ത് പോലും വേറെ ഭാര്യമാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഖദീജ ബീവി ഉള്ള കാലത്ത്, ഖദീജ ബീവിന്റെ മരണത്തിന് ശേഷമാണ് മറ്റൊരു വിവാഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുന്നത്. ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം ഒരു സ്വഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അടുത്തൊരു വിവാഹം കഴിച്ചുകൂടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ട ആരാണുള്ളത്? അപ്പൊ നബിയോട് ചോദിക്കാണ്, വിധവന വേണോ കന്യകന വേണോ? വിധവയായ ഒരാളുണ്ട്, കന്യകയായ ആളുണ്ട്. ആരാണ് വിധവയായത്? അത് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയാണ്. ആരാണ് കന്യകയായിട്ടുള്ളത്? അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ പ്രവാചകൻ ആദ്യം വിവാഹം കഴിക്കുന്നത് സൗദ ബീവിയാണ്. പിന്നീടാണ് മൂന്നാമതാണ് ആരെ കല്യാണം കഴിക്കുന്നത്? ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അപ്പോ മറ്റുള്ള ഭാര്യമാർക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഖദീജ ബീവിക്കുള്ളത്. എന്ത്? അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. പ്രവാചകന് 7 മക്കളുണ്ട്. ആ 7 മക്കളിൽ 6 മക്കളും നമുക്ക് ലഭിക്കുന്നത് ആരിലാണ്? ഖദീജ ബീവിയിലാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ അത് മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലാണ്. നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ്. 7 മക്കള്, അതിലെ 6 മക്കളും ഖദീജ ബീവിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്നത്. 4 പെൺകുട്ടികളാണ്, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. നമ്മൾ പഠിക്കേണ്ടത് മറക്കരുത്. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഒന്നാമത്തെ മോള് സൈനബാണ്, പിന്നെ റുഖയ്യയാണ്, പിന്നെ ഉമ്മു കുൽസൂം, ഫാത്തിമ. ഇവര് 4 പേരും ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ്. നബിയുടെ 40ാമത്തെ വയസ്സിന് മുമ്പാണ് ഇവരൊക്കെ ജനിക്കുന്നത്. 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള 2 ആൺകുട്ടികൾ ജനിക്കണം. ഒന്ന് കാസിമും 2 അബ്ദുള്ളയും. അതുകൊണ്ടാണ് നബിയുടെ കുഞ്ഞിയത്താണ്, നബിന്റെ വിളിപ്പേരാണ് അബുൽ ഖാസിം. ഖാസിമിന്റെ ഉപ്പ എന്ന പേര് നബിക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഖാസിം എന്ന് പറയുന്ന മകനുണ്ട്, ആ മകനിലേക്ക് ചേർത്തിയിട്ടാണ് ഖാസിമിന്റെ ഉപ്പ, ഖാസിമിന്റെ പിതാവ് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞിയത്ത് ലഭിക്കുന്നത്. പിന്നീടുള്ള മകനാണ് അബ്ദുള്ള. ഈ അബ്ദുള്ളയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, കുട്ടി ജനിച്ച സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിക്ക് ത്വയ്യിബ്, ത്വാഹിർ എന്നൊക്കെ പേര് കാണാൻ കഴിയും. അപ്പൊ ഈ കുട്ടി മരണപ്പെട്ട സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വല്ലാതെ വിഷമിച്ചു. കാരണം ഏതൊരു ഉമ്മയും ആ കുട്ടി ജനിച്ച സമയത്തുനിന്ന് മുലയൂട്ടാൻ എന്ത് ചെയ്യാറുണ്ട്? ആഗ്രഹിക്കാറുണ്ട്.
ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഈ കുട്ടി മരണപ്പെട്ടു. അപ്പൊ ഈ വിഷയത്തിൽ ഖദീജ ബീവിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത സങ്കടം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനപ്പെടുത്തുന്നത്, സ്വർഗീയ സ്ത്രീകൾ നമ്മുടെ മകൻ അബ്ദുള്ളക്ക് വേണ്ടി അവര് പാല് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ സമാധാനപ്പെടുത്തുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് 7 മക്കളാണ്. ആ 7 മക്കളിൽ 6 മക്കളും ജനിക്കുന്നത് മഹദിയായ ഖദീജ ബീവിയിലാണ് എന്നുള്ളത് കാണാൻ കഴിയും. അതേപോലെ തന്നെ 2 ആൺകുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. ഇനി മാരിയത്തുൽ കിബിത്തിയിൽ ഉണ്ടായ ഇബ്രാഹിം എന്ന് പറയുന്ന മകനോ, ആ കുട്ടിയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവിശ്വാസികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് കളിയാക്കി, മുഹമ്മദ് നീ അബ്തറാണ്, നീ വേരറ്റവനാണ്, നിന്റെ പരമ്പര ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരെ കളിയാക്കി. അതിന് മറുപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് കൗസറിലൂടെ മറുപടി കൊടുക്കുന്നത്. അതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അവരാണ് വേരറ്റവർ, നബിയെ നിങ്ങളല്ല, നിങ്ങളെ കളിയാക്കുന്ന ആളുകളാണ് വേരറ്റവർ, എന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാകുന്നു വാലറ്റവർ എന്ന രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു ഖദീജ ബീവി. എല്ലാ പ്രയാസത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പായി കൊണ്ട് പ്രവാചകൻ ഒരു 4 മാസമൊക്കെ പിന്നെ ജബൽ നൂർ എന്ന് പറയുന്ന മലന്റെ മുകളിൽ പോയിരിക്കാറുണ്ട്. ജബൽ നൂർ എന്ന് പറഞ്ഞാല് കാബയ്ക്ക് അടുത്തുള്ളൊരു ഭാഗമാണ് പിന്നെ ജബൽ നൂർ. ഈ മലക്ക് ജബലുൽ ഖുർആൻ, ജബലുൽ ഹിറ എന്നൊക്കെ പേരുണ്ട്. അപ്പൊ ഈ മലന്റെ മുകളിൽ നബിക്ക് നുബുവത്തിനും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിരിക്കാറുണ്ട്. അഥവാ മക്കയിലെ ആളുകളുടെ ദുരാചാരങ്ങൾ കാണുമ്പോൾ അന്ധവിശ്വാസങ്ങളിൽ മനം നൊന്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലന്റെ മുകളിൽ പോയിരിക്കും. അവിടെ 4 മാസം അല്ലെങ്കിൽ 6 മാസം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 6 മാസം എന്നല്ല, കുറച്ച് ദിവസം ഇരിക്കും, പിന്നീട് താഴേക്ക് ഇറങ്ങി വരും, പിന്നീട് വീണ്ടും പോകും, പിന്നീട് തിരിച്ചു വരും. ഇങ്ങനെ ഒരു പതിവാണ്. അങ്ങനെ ഈ ജബൽ നൂർ എന്ന് പറയുന്ന ഹിറാ ഗുഹയുടെ ഈ ജബൽ നൂർ എന്ന് പറയുന്ന മലന്റെ മുകളിലാണ് ഹിറാ ഗുഹ ഉള്ളത്. അപ്പൊ ഈ ഗുഹയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുമ്പോൾ പ്രവാചകന് വേണ്ട ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ആരാണ്? ഖദീജ ബീവിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, റസൂലുള്ളാഹിക്ക് 40 വയസ്സെന്ന് പറയുമ്പോൾ ഖദീജ ബീവിക്ക് എത്ര വയസ്സുണ്ട്? എന്തായാലും എങ്ങനെ നോക്കുകയാണെങ്കിലും നബിനേക്കാൾ പ്രായം കൂടുതലാണല്ലോ. അപ്പോ അവര് ഈ ജബൽ നൂർ എന്ന് പറയുന്ന മലന്റെ മുകളിലേക്ക് പോകും. ഈ സമയത്ത് ഖദീജ ബീവിന്റെ വീട് എവിടെയാണെന്ന് അറിയോ? നബി ഹിറാ ഗുഹയിൽ പോയിരിക്കുന്ന സമയത്ത് ഖദീജ ബീവിന്റെ വീട് നമ്മള് സഫാ മറുവന്റെ ഇടയിൽ സഈ നടത്താറില്ലേ, അതിലെ സഫന്റെ ഭാഗത്ത് നിന്ന് മറുവന്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു ഖദീജ ബീവിന്റെ വീട്. അഥവാ മറുവന്റെ ഭാഗത്താണ് ഖദീജ ബീവിന്റെ വീട് ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറുവന്റെ ഭാഗത്ത് നിന്ന് ജബൽ നൂർ എന്ന് പറയുന്ന മലന്റെ ഭാഗത്തേക്ക് നടന്നു പോകണം. ആ മല ഇന്ന് കയറണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന മേലെ കയറണമെങ്കിൽ. അത് അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണെങ്കിൽ, പ്രായമുള്ള ആളാണെങ്കിൽ പിന്നീടും സമയം കൂടും. അപ്പോ ആ സഫന്റെ ഭാഗത്ത് നിന്ന് ജബൽ നൂർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകും. അതിനുശേഷം ഈ ഭക്ഷണമായിട്ട് എന്ത് ചെയ്യും? ജബൽ നൂർ എന്ന് പറയുന്ന മലന്റെ മുകളിൽ കയറി ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭക്ഷണം കൊടുക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു മഹദിയായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ എന്നുള്ളത്. ഇവരുടെ ഒരുപാട് മഹത്വമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അവർക്ക് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതും വഹി ലഭിച്ചതിന് ശേഷം പ്രവാചകൻ നേരെ ഓടി വരുന്ന ആരടിയിലേക്കാണ്? ഖദീജ ബീവിന്റെ അരികിലേക്കാണ്. അതൊക്കെ നബിയുടെ നുബുവത്ത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തുമ്പോൾ അതൊക്കെ സൂചിപ്പിക്കാം. എന്തായാലും അപ്പൊ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണം. ആ കല്യാണം ഉണ്ടായത് ഈ രൂപത്തിലാണ്. ആ കല്യാണത്തിന് ശേഷം 6 മക്കൾ ഉണ്ടായി. ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ ഒഴികെ ബാക്കി 6 മക്കളും ജനിക്കുന്നത് നബിക്ക് ഖദീജ ബീവിയിലാണ്. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചിട്ടില്ല. ആദ്യമായി കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒന്നാമതാരാണ്? ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയാണ്. ഇനി പിന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കാണ് ഈ മനോഹരമായ വിവാഹത്തിന്റെ പിന്നിലെ ചില പാഠങ്ങളുണ്ട്. ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടന്ന വിവാഹത്തിന്റെ പിന്നിലെ ചില പാഠങ്ങൾ. എന്താണ് ഒന്നാമത്തെ പാഠം? നബിയുടെ
സത്യസന്ധത തിരിച്ചറിഞ്ഞപ്പോഴാണ് ഖദീജ ബീവി നബിയെ സ്വീകരിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സമ്പത്തുള്ള, നബിയേക്കാൾ പ്രശസ്തിയുള്ള, നബിയേക്കാൾ പദവിയുള്ള ആളുകൾ ഇതിനു മുമ്പും ഖദീജ ബീവിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? കല്യാണം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഖദീജ ബീവി സ്വീകരിച്ചിട്ടില്ല. നബിയുടെ സത്യസന്ധത നോക്കിയിട്ടാണ് അവര് നബിയെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കും, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെ കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈക്കും ബിസിദ്ഖ്, സത്യസന്ധത ഉണ്ടാകണം. കാരണം സത്യസന്ധത എന്നുള്ളത് ഫഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർ, അത് കൊണ്ടുപോകുന്നത് നന്മയിലേക്കാണ്. നന്മ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖലീഫയായി കൊണ്ട് തീരുമാനിച്ച് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. വളരെ വൈകാരികമായി സംസാരിക്കുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അസ്ദിഖു അമാന വൽ കദിബു ഖിയാന. സത്യസന്ധത എന്ന് പറഞ്ഞാൽ അത് അമാനത്താണ്. ചതി എന്ന് പറഞ്ഞാൽ, കളവ് എന്ന് പറഞ്ഞാൽ അത് ഖിയാനത്താണ്, ഒരു ചതിയാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. 4 കാര്യങ്ങൾ നിനക്കുണ്ടെങ്കിൽ ദുനിയാവിന്റെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. 4 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? സത്യം പറയണം, സത്യസന്ധതയോടുകൂടി സംസാരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശത്രുക്കളായ ആളുകൾക്ക് പോലും പ്രവാചകൻ ഇസ്ലാം മതം പറയുന്ന സമയത്തും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സമയത്തും നബി അൽ അമീനാണ് എന്ന വിഷയത്തിൽ എന്തില്ല? അവർക്ക് എതിരഭിപ്രായമില്ല. ഇവിടെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ ചെയ്തു പോയി. അങ്ങനെ ഹിജറ ചെയ്തു പോയപ്പോൾ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരിക്കുകയാണ്, എനിക്കും മക്കയിൽ വിട്ടിട്ട് എന്ത് ചെയ്യണം? മദീനയിലേക്ക് പോകണം. പക്ഷെ നബിനെ പോലെ ദരിദ്രനല്ല സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ ധനാഢ്യനാണ്, വലിയ സമ്പത്തിന്റെ ഉടമയാണ്. അപ്പോ ഈ സുഹൈബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ശത്രുക്കളായ ആളുകൾ 24 മണിക്കൂർ എന്ന രൂപത്തിൽ 2 കാവൽക്കാരെ സുഹൈബിന്റെ കൂടെ വിട്ടു. സുഹൈബ് എവിടെ പോകുന്ന സമയത്തും ഈ 2 കാവൽക്കാരും കൂടെ ഉണ്ടാകും. അദ്ദേഹത്തിന് എവിടേക്കും പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്യാണ്? ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താണ് തന്ത്രം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയറിന് തീരെ സുഖമല്ല, എനിക്ക് വയറിന് തീരെ സുഖമല്ല. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ വീടിനോട് ചേർന്നൊന്നുമില്ല, ടോയ്ലറ്റ് ഇല്ല. മക്കയുടെ അതിർത്തി ഭാഗത്തേക്ക്, ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ചെല്ലണം. അപ്പോ അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി അദ്ദേഹം ഈ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് പോയി. ഇവരൊരു സമയം പറഞ്ഞിരുന്നു, ആ സമയത്തിന്റെ ഉള്ളിൽ തിരിച്ചു വരണമെന്ന്. ആ സമയത്തിന്റെ മുമ്പ് എന്ത് ചെയ്തു? സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു തിരിച്ചെത്തി. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പറഞ്ഞു, എനിക്ക് വയറിന് സുഖമല്ല, ഞാൻ ഒന്നുകൂടി പോട്ടെ. അവർ അനുവാദം കൊടുത്തു. വീണ്ടും നേരത്തെ തന്നെ എത്തി. വീണ്ടും പറഞ്ഞു, എനിക്ക് തീരെ സുഖമല്ല. അങ്ങനെ 4 or 5 പ്രാവശ്യം എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. ഇത് പോകുന്ന സമയത്തും മക്കാരായ ഈ കാവൽക്കാരായ ആളുകൾ കളിയാക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ ലാത്തനെയും ഉസ്സനെയും മനാത്തനൊക്കെ കളിയാക്കിയില്ലേ, അവരെന്ന് കിട്ടി കുരുത്തക്കേടാണ് നിന്റെ വയറിനുള്ള ഈ അസുഖം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും ഒരു സമയത്ത് ഉറങ്ങിപ്പോയി. അപ്പൊ അദ്ദേഹം ചെയ്തു, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകട്ടെ എന്ന് പറഞ്ഞ് പോയി. ഇവര് 2 പേരും ഉറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് കയറി നേരെ മദീനയിലേക്ക് പോയി. നേരെ മദീനയുടെ വഴിയിലേക്ക് പ്രവേശിച്ച് അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് പോകുമ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരാൾ, ഉറങ്ങിക്കിടന്ന കാവൽക്കാരിൽ ഒരാൾ പെട്ടെന്ന് എണീറ്റു. അദ്ദേഹം വന്നിട്ടില്ല, ഇതൊരു ചതിയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഈ സുഹൈബ് റൂമി പോകാനുള്ള വഴി അത് മദീനയിലേക്കാണ്. ആ വഴിയിലേക്ക് അവർ പ്രവേശിച്ചു. പുറകെ ശത്രുക്കളായ ആളുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങി ഒരു ഉയർന്ന ഭാഗത്ത് കയറി. അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ നമ്പെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാം എന്നെ കുറിച്ചിട്ട്, മക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമ്പ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനാണ്. എന്നെ പിടിക്കാൻ വേണ്ടി ഈ കുന്നിന്റെ മുകളിൽ നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളെ എന്തായാലും വധിക്കും. നിങ്ങൾ എന്നെ വധിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വധിക്കും. പക്ഷേ അപ്പോ ശത്രുക്കളായ ആളുകൾ പറഞ്ഞു, നിന്റെ സമ്പത്ത് മുഴുവൻ നിനക്ക് നൽകിയതിൽ നീ മക്കയിലേക്ക് വന്നപ്പോൾ ദരിദ്രനായിരുന്നു, ഫക്കീറായിരുന്നു. ഇന്ന് നിനക്ക് കാണുന്ന ഈ സമ്പത്ത് മുഴുവൻ നൽകിയത് മക്കയാണ്. അതുകൊണ്ട് മക്ക വിട്ട് നീ പോകുന്നുണ്ടെങ്കിൽ നിന്റെ സമ്പത്ത് ഞങ്ങൾക്ക് വിട്ടേച്ച് പോകണം. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? അവർ പറഞ്ഞു, വെറുതെ വിടും.
അദ്ദേഹം ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഒരു പാറന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, മക്കയുടെ ഇന്ന ഭാഗത്ത് ഒരു വീടുണ്ട്, ആ വീട്ടിൽ എനിക്ക് സമ്പത്തുണ്ട്. മക്കയുടെ ഇന്ന ഭാഗത്ത് എനിക്ക് തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ ഇവിടെ എനിക്ക് സമ്പത്തുണ്ട്. അതെല്ലാം പറഞ്ഞു അവർ അദ്ദേഹത്തെ വിട്ടയച്ചു. അവിടെ നോക്കിയും അവിടെ ഉണ്ടാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചൊരു പോയിന്റ് ഉണ്ട്. അവർ പറഞ്ഞതാണ്, അഥവാ ഇന്ന ഭാഗത്ത് സമ്പത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു കാവൽക്കാരൻ ഇവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ ആള് പോയിട്ട് അത് അന്വേഷിച്ച് വരട്ടെ, അവിടെ സമ്പത്ത് ഉണ്ടോ എന്ന് പോയി അന്വേഷിച്ച് വരട്ടെ എന്ന് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞൊരു വാക്കെന്തെന്നറിയോ? നീ അൽ അമീന്റെ അനുയായിയാണ്, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്, മുഹമ്മദ് സത്യസന്ധനാണ്, മുഹമ്മദ് ഒരിക്കലും കളവ് പറയില്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ അനുയായിയായ നീയും കളവ് പറയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിനക്ക് പോകാം. എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ കുതിരന്റെ പുറത്തേക്ക് കയറുമ്പോൾ ആ കുതിരന്റെ കടിഞ്ഞാണം പിടിച്ചിട്ട് ശത്രു പറയാണ്, ഇതും ഇവിടെ വിട്ടേച്ചു പോകണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്റർ അദ്ദേഹം നടന്നുപോയി. അദ്ദേഹം മദീനയിൽ എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബാ പള്ളിന്റെ ഭാഗത്താണ്. ഖുബാ പള്ളിന്റെ ഭാഗത്ത് അദ്ദേഹത്തെ കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞ വാക്ക്, യാ അബാ യഹ്യ റബിഹൽ ബൈഅ, എത്ര ലാഭകരമായ കച്ചവടമാണ് സ്വൈബേ നിങ്ങൾ ചെയ്തത്, നാളെ നിങ്ങളെ ഏകാഗിയായി സ്വർഗത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ഇറങ്ങിയ ആയത്താണ് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ പോലും വിറ്റ ആളുകൾ ഉണ്ട് എന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ആയത്തിറങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള ഒന്നാമത്തെ കാരണം അത് നബിയുടെ സത്യസന്ധതയാണ്. ഇനി തിരിച്ചു ചിന്തിക്കുമ്പോൾ ഖദീജ ബീവിയുടെ മഹത്വം നോക്കുകയാണെങ്കിൽ ഖദീജ ബീവിക്ക് വേറെ ആരെ വേണമെങ്കിലും സ്വീകരിക്കായിരുന്നു, പക്ഷെ അവരത് സ്വീകരിച്ചില്ല. അവര് നബിയുടെ സ്വഭാവം നോക്കി ആ പ്രവാചകനെയാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വിവാഹ സമയത്ത് ഒരു സ്ത്രീയുടെ സൗന്ദര്യമോ അവളുടെ സമ്പത്തോ അവളുടെ തറവാടിത്തമോ അല്ല നോക്കേണ്ടത്, അവളുടെ ദീനാണ്. ദീൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവാഹം കഴിക്കുന്നത് ഒരു വിധവയാണ്. 2 പേര് ഇതിനു മുമ്പ് വിവാഹം കഴിച്ച് ആ 2 പേരും മരിച്ചിട്ടുണ്ട്. അബൂ ഹാലയും അഖീഖും ഖദീജ ബീവിന്റെ മുമ്പത്തെ 2 ഭർത്താക്കന്മാരും മരണപ്പെട്ടു. അതിനുശേഷമാണ് മൂന്നാമതാണ് ആര് വിവാഹം കഴിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. അത് അന്നെന്തില്ല, ഒരു പ്രശ്നമല്ല. ഇന്നാണ് പലപ്പോഴും ഒരു സ്ത്രീ അവളുടെ ഭർത്താവുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അത് ഒത്തുപോകണില്ല എന്നറിഞ്ഞു, അവളെ തൊലാക്കായി. എന്നാൽ ആ സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കാന്ന് പറയുമ്പോൾ ദീനുള്ള നമുക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെറിയൊരു പ്രയാസങ്ങളുണ്ട്. രണ്ടാമതൊരു പെണ്ണ് കല്യാണം കഴിച്ചു, ഒന്നാമത് തൊലാക്കായി, രണ്ടാമത് വിവാഹം കഴിക്കും എന്ന് പറയുമ്പോൾ ദീനുള്ള നമുക്ക് പോലും അതിലെന്തോ ഒരു മാനസികമായ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, നീ നിന്റെ ഭാര്യയെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മാന്യമായി കൊണ്ട് നടക്കണം. ഒരാൾ ഒരു പെണ്ണിനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഭാര്യയായിട്ട് ഒരാൾ ഒരു പെണ്ണിനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായി കൊണ്ട് നടക്കുക. അവളുമായി ഒത്തുപോകണില്ലെങ്കിലോ മാന്യമായി വേർപിരിയുക. അങ്ങനെ മാന്യമായി വേർപിരിഞ്ഞ ഒരു പെണ്ണിനെ ഇസ്ലാം അനുവദിച്ചതാണ് രണ്ടാമതൊരു വിവാഹം എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ ചിന്തക്കപ്പുറം വലിയ രൂപത്തിൽ ആളുകൾക്കിടയിൽ ഒരു മോശമായിട്ട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ മോശമായി കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ പരിശോധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സാമൂഹിക നന്മയാണ് വിധവയെ സംരക്ഷിക്കുന്നവനും മിസ്കീനിനെ സംരക്ഷിക്കുന്നവനും അള്ളാഹുവിന്റെ രണഭൂമിയിൽ ജിഹാദ് ചെയ്തവന്റെ കൂലിയാണ്. ഇതിനർത്ഥം നാളെ തന്നെ പോയിട്ട് ഒരു വിധവനെ വിവാഹം കഴിക്കണം എന്നല്ല. ആ വിധവക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളുണ്ട്. ആ രൂപത്തിൽ ഇപ്പൊ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ നമ്മുടെ അയൽവാസിയായിട്ടുണ്ടെങ്കിൽ അവരെ വിവാഹത്തിന് വേണ്ടി വാപ്പയും ഉമ്മയൊന്നും ഇല്ലാത്തൊരു യതീം കുട്ടിയാണ്. ആ രൂപത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാന്നുള്ളത് അത് സാമൂഹിക നന്മയാണ്. അത് ചെയ്താൽ ജിഹാദ് ചെയ്തവന്റെ കൂലിയാണ്. പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല, രാത്രി മുഴുവനും നമസ്കരിച്ചവന്റെ കൂലിയാണ്, എല്ലാ ദിവസവും നോമ്പ് നോറ്റവന്റെ കൂലിയാണ്, മിസ്കീനിനെ സംരക്ഷിച്ചവനും വിധവയെ സംരക്ഷിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇത്തരം നന്മകൾ നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ എന്തായാലും ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതിന് ശേഷം നബിക്കുണ്ടായ 6 മക്കളുണ്ട്. 6 മക്കളിൽ 4 പെൺകുട്ടികളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തു.
ആ വിവാഹം ചെയ്തതാരാണ്, നബിയുടെ മരുമക്കൾ ആരാണ്, നബിയുടെ പേരക്കുട്ടികൾ ആരാണ് തുടങ്ങിയ വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ പുനർനിർമ്മാണം നടത്തുന്നതും അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നത്, ആ നുബുവത്ത് ലഭിക്കുമുണ്ടായ വളരെ ചരിത്രപരമായ സംഭവങ്ങളും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.